എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായം 5-6 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 21:5-6. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോട് കൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം. പരിശുദ്ധാത്മാവും സഹോദര സംഘവും പൗലോസിൻ്റെയും കൂട്ടുപ്രവർത്തകരുടെയും പ്രവർത്തന ഇടങ്ങളിൽ എങ്ങനെയെല്ലാം അവരെ വഴി നടത്തി സഹായിച്ചു എന്നതിൻ്റെ ചരിത്രമാണ്. 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യെരുശലേമിലേക്കുള്ള യാത്രാ മധ്യേ ഉണ്ടായ അനുഭവം. പൗലോസ് സോർ, തൊലാമിയാസ്, കൈസരിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടവേളകൾ ചെലവഴിച്ചതായി പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ സഹോദരന്മാർ പൗലോസിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് കൂട്ടായ്മ നൽകി. ഇത് ഒരു വലിയ അനുഭവമാണ്. കൂട്ടുവിശ്വാസികൾ അവർ എവിടെ പാർത്തിരുന്നാലും തമ്മിലുണ്ടായിരുന്ന ഐക്യവും കരുതലും ഒന്ന് വേറെയായിരുന്നു. ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്നായിരുന്നു വിശ്വാസികൾ അറിയപ്പെട്ടിരുന്നത് തന്നെ. രക്തബന്ധത്തെക്കാൾ ആഴമേറിയ ബന്ധമാണത്. അവർ പൗലോസിന് കൂട്ടായ്മ നൽകി എന്ന് മാത്രമല്ല, യെരുശലേമിലെ കഷ്ടാനുഭവങ്ങൾ മുൻപിൽ കണ്ട് അങ്ങോട്ടുള്ള യാത്ര നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. സോരിലെ സഹോദരന്മാരും സ്ത്രീകളും കടൽക്കര വരെ വന്ന് അവനെ അനുഗമിച്ച് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് യാത്ര പറഞ്ഞു. വളരെ വികാര നിർഭരമായ ഒരു യാത്രയായിരുന്നു. വിശ്വാസികളെല്ലാവരും ഒരേ അഭിപ്രായക്കാരോ ഒരേ അച്ചിൽ വാർത്തതുപോലെയുള്ളവരോ അല്ല. മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഭിന്ന അഭിപ്രായങ്ങളൊക്കെ കാണും. അതങ്ങനെ തന്നെ ആവണം എന്നതും ഒരു സത്യമാണ്. യേശുവിൻ്റെ 12 ശിഷ്യന്മാർ തന്നെ വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു. ത്രിതഗതിക്കാരും വ്യത്യസ്ത ചിന്താഗതിയും കർക്കശ മനോഭാവം ഒക്കെ പുലർത്തിയവരുണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും ഒരുമിച്ച് വസിക്കുക എന്ന പ്രശ്നം അവർ ക്രിസ്തുവിലൂടെ പരിഹരിച്ചു. സഹോദര സംഘങ്ങളുടെ സ്നേഹവും കരുതലും അവിടെ പാർത്തിരുന്നിടത്തെല്ലാം പൗലോസിന് ലഭിച്ചു. പ്രതികൂലതകളിൽ പതറിപ്പോകാതിരിക്കാൻ ഇവരുടെ കൂട്ടായ്മ പൗലോസിന് ശക്തമായ ഒരു അനുഭവവും ബലവുമായിരുന്നു. 26 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സഭയ്ക്ക് വേണ്ടി സ്വന്തം താല്പര്യം ബലി കഴിച്ച പൗലോസിനെ കാണുന്നു. ഇതിനോടകം പൗലോസിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ജനത്തിൻ്റെ ഇടയിൽ പടർന്നു. യഹൂദ മര്യാദകൾക്ക് എതിരായി ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നായിരുന്നു അവനെതിരെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം. സംശയ ദൂരീകരണത്തിന് സഹോദരന്മാർ നൽകിയ ആലോചന പൗലോസ് സ്വീകരിക്കാനുണ്ടായത്. പൗലോസിൻ്റെ ഹൃദയവിശാലതയ്ക്കും സഭയുടെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും ഉതകുന്ന എന്തിനും അദ്ദേഹം തയ്യാറായിരുന്നു എന്ന് വ്യക്തമാണ്. ന്യായപ്രമാണത്തിന് പൗലോസ് ഒരിക്കലും എതിരല്ലായിരുന്നു. തിമത്തിയോസിനെ പരിശോധന ചെയ്യിക്കാൻ മുൻകൈ എടുത്തത് പൗലോസായിരുന്നു. എന്നാൽ വിജാതീയരിൽ നിന്നുള്ള വിശ്വാസികളുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്നതിനോട് പൗലോസിന് എതിർപ്പായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സഭയുടെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യം ബലി കഴിക്കുന്നത് യഥാർത്ഥ മഹത്വത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും ലക്ഷണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പൗലോസ് അനുസരിച്ചില്ല എന്ന് ഈ വായനാഭാഗത്തെ സംഭവങ്ങളിൽ തോന്നിയേക്കാം. എന്നാൽ അത് ശരിയല്ല. അഗബോസ് പ്രവാചകനും മറ്റും ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി
ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും പറഞ്ഞു. 11-12 വാക്യങ്ങൾ. എന്നാൽ പൗലോസ് പോയി. യെരുശലേമിൽ ഉണ്ടാകുന്ന ബന്ധനത്തെയാണ് പരിശുദ്ധാത്മാവ് കാണിച്ചത്. പോകരുത് എന്ന സഹോദരന്മാരുടെ ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് പോയതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധത്താൽ സഭയുടെ വളർച്ചയ്ക്ക് തന്നെ ഏത് പ്രതിസന്ധിയിലൂടെയും കടത്തിവിടാൻ ഒരുക്കമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അവിടെ ലഭിച്ച കൂട്ടായ്മയും സ്നേഹവും പ്രതികൂലതകളിൽ പൗലോസിനെ ധൈര്യപ്പെടുത്തി. അതിനൊട്ടും സംശയം ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ ധാരാളം പ്രവർത്തകർ ഇന്നും ഇത്തരത്തിൽ ഉണ്ട്. മറ്റ് അതിരുകളും വേലികളും ഒന്നും നോക്കേണ്ടതില്ല. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളുകളെ മാനസികമായും അല്ലാതെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ, അവർ കൈത്താങ്ങലാകാൻ, കൂട്ടായ്മ കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെയും നിർബന്ധിക്കുന്നു. കർത്താവിൻ്റെ വേല ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അതിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ സഭയുടെ വളർച്ച എപ്രകാരമായിരുന്നു എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. ഞങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ കാലികമായി കർത്താവിൻ്റെ ശരീരമായ സഭയുടെ വളർച്ചയ്ക്ക് ഞങ്ങളാൽ ഉതകുന്ന വിധത്തിലെല്ലാം പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങനെയുള്ളവർക്ക് കൂട്ടായ്മ കൊടുപ്പാൻ, കൈത്താങ്ങൽ കൊടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അവിടുത്തെ കൃപ പകരണമേ. വ്യത്യസ്തമായ ആവശ്യങ്ങളും ഭാരങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ഉത്തരമരുളുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.